നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതി വളരെയേറെ ആശ്രയിച്ചിരിക്കുന്നത് അച്ചടി മേഖലയാണ്, നല്ല പ്രസ്സുകളുടെ പ്രവർത്തനങ്ങളാണ്. സാഹിത്യരംഗത്ത് കലാരംഗങ്ങളിലൊക്കെ ഉള്ള വളർച്ച, വികസനം. നമ്മുടെ നാട്ടിലെ നവോത്ഥാനത്തിൻ്റെ ആ കാലഘട്ടം അത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടതിൻ്റെ പിന്നിൽ അച്ചടിക്ക് വലിയൊരു സ്ഥാനമുണ്ട്. പ്രത്യേകിച്ച് ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചൻ്റെ നേതൃത്വം. സർക്കാരേതര ഒരു തദ്ദേശ പ്രസ്സായിട്ട് ആദ്യമായിട്ട് ആരംഭിച്ചത് ചാവറ കുര്യാക്കോസ് പ്രസ്സായിരുന്നു. അദ്ദേഹം ആ പ്രസ് ആരംഭിക്കാൻ അദ്ദേഹത്തെ തീരുമാനവും നടപ്പിലാക്കാൻ നിശ്ചയദാർഢ്യത്തോടെയുള്ള അദ്ദേഹത്തിൻ്റെ ത്യാഗപൂർണമായ പ്രവർത്തനങ്ങളും വാസ്തവത്തിൽ നമുക്ക് വലിയ പ്രചോദനം നൽകുന്നതാണ്. അദ്ദേഹം 1846 ഒരു പ്രസ് തുടങ്ങാൻ ആഗ്രഹിച്ചത്. അന്ന് CMS പ്രസ് ഉണ്ട് കോൾഡത്ത്. പക്ഷേ അതുകൊണ്ട് അതിൻ്റെ സാങ്കേതിക വിദ്യ എന്താണെന്ന് പഠിക്കാനും വേണ്ടി അദ്ദേഹം അവിടെ പോയി. പക്ഷേ അദ്ദേഹത്തിന് അനുവാദം ലഭിച്ചില്ല. വീണ്ടും പരിശ്രമിച്ചു നോക്കി, പക്ഷേ അവിടെ പ്രവേശനം ലഭിച്ചില്ല. എന്താണെന്ന് കണ്ടെത്തേറി. കാരണം ആ ഒരു രഹസ്യം അത് മറ്റാർക്കും കൊടുക്കാൻ അവർ തയ്യാറായിരുന്നില്ല. പിന്നെ വേറെ പല സ്ഥലങ്ങളിലും പോയി. പിന്നെ കൊല്ലത്ത് പോയി, തിരുവനന്തപുരത്ത് പോയി. അവസാനം ജോലി ചെയ്തിരുന്ന ഒരു ജോലിക്കാരനെ കണ്ടെത്തി പ്രസിൻ്റെ വർക്കൊക്കെ ഒന്ന് മനസ്സിലാക്കി. എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്, അത് മറ്റ് രഹസ്യങ്ങളൊന്നും അറിയാതെ. പക്ഷേ പ്രസ് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളൊരു ജോലിക്കാരനിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചു. അവസാനം അറിയാം, ചരിത്രമൊക്കെ നിങ്ങൾക്കറിയാം. വാഴപ്പിണ്ടിയിൽ പ്രസിൻ്റെ ഒരു പ്രസിൻ്റെ വർക്കെല്ലാം കണ്ട് തിരുവനന്തപുരത്തൊക്കെ പോയി വർക്കെല്ലാം പരിശോധിച്ചതിന് ശേഷം, ഗവൺമെൻറ് പ്രസ്സിൽ തിരുവനന്തപുരത്ത് ആ വർക്കെല്ലാം കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം അതേ തിരിച്ചു വന്ന് വാഴപ്പിണ്ടിയിൽ ഒരു പ്രസിൻ്റെ മാതൃക അതേ ഉണ്ടാക്കി. വിദഗ്ധനായ ഒരു ശില്പിയെ, ഒരു ആശാരിയെ മറ്റും ചുമതലപ്പെടുത്തി അതനുസരിച്ച് ഒരു പ്രസ് ഉണ്ടാക്കാനായിട്ട്. അങ്ങനെ തടി കൊണ്ട് പ്രസ് ഉണ്ടാക്കി, കല്ലുകൊണ്ടുള്ള ബേസിൽ അത് പുറപ്പിച്ചു. അതാണ് മാന്നാനം പ്രസ്. ചാവറ കുര്യാക്കോസ് നേതൃത്വം കൊടുത്ത് ഉണ്ടാക്കിയ മാന്നാനം പ്രസ്. അവിടെ നിന്നാണ് ആദ്യമായിട്ട് മലയാളത്തിൽ ഒരു പുസ്തകം, പ്രാർത്ഥനാ പുസ്തകം ഇറങ്ങിയത്. പിന്നീട് അവിടെ നിന്നാണെന്നല്ലോ ദീപിക അച്ചടിച്ചത്. അപ്പം അതിൻ്റെയൊക്കെ പിന്നിൽ ചാവറ കുര്യാക്കോസ് വലിയ തിരിച്ചടികൾ ഉണ്ടായി. ഈ പ്രസ് എങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നു, അതിൻ്റെ കിട്ടാനുള്ള ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ നിഷേധിക്കപ്പെടുകയായിരുന്നു ചാവറ കുര്യാക്കോസ് ഇറങ്ങി തിരിച്ചപ്പോഴേക്കും. പക്ഷെ അദ്ദേഹം തളർന്നില്ല. ഇത് സാധിച്ചേ തീരൂ. അദ്ദേഹത്തിൻ്റെ ആ ബുദ്ധി, വൈഭവം, സാമർഥ്യം, അദ്ദേഹം വാഴപ്പിണ്ടിയിൽ അതിൻ്റെ അച്ചുണ്ടാക്കി. ഒരു ശില്പിയെ ഏൽപ്പിച്ച്, ഒരു പണിക്കാരനെ ഏൽപ്പിച്ച് അയാളെ കൊണ്ട് ആ പ്രസ് ഉണ്ടാക്കിപ്പിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ പിന്നിലുള്ള ആ ഒരു വലിയ ടാലൻറ്റ് എന്ന് പറയുന്നത് അത്ഭുതകരമാണ്. അങ്ങനെയാണ് നമ്മുടെ ഈ രംഗത്ത് ഇവിടുത്തെ ക്രൈസ്തവ കത്തോലിക്ക സമുദായം ഈ പ്രസ്സിലെ മേഖലയിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത്. അങ്ങനെയാണ്. പിന്നീട് നമുക്കറിയാം ഉണ്ടായ മാറ്റങ്ങൾ. പിന്നെ ധാരാളം വേറെ പ്രസ്സുകളുമൊക്കെ ഉണ്ടായി. അങ്ങനെ അതിൻ്റെ ചരിത്രം സമൂഹത്തിൻ്റെ വികസനത്തിൻ്റെ ചരിത്രമാണ്, പുരോഗതിയുടെ ചരിത്രമാണ്. സാഹിത്യ സാംസ്കാരിക മണ്ഡലങ്ങളിലൊക്കെയുള്ള വലിയ വളർച്ചയുടെ ചരിത്രമാണ് പ്രസിൻ്റെ ചരിത്രമെന്ന് പറയുന്നത്. നമ്മളിവിടെ ഈ പ്രസ് ആരംഭിച്ചപ്പോൾ മറ്റൊരു വലിയ പുണ്യ നിയോഗം കൂടി ഉണ്ടായിരുന്നു. ഇവിടെ ഒരു ഓർഫനേജ് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ആ ഓർഫനേജിൻ്റെ പ്രവർത്തനത്തിനാവശ്യമായ സാമ്പത്തികം കണ്ടെത്തുക എന്നുള്ളത് ഈ ഇവിടെ നമ്മൾ പ്രസ് ആരംഭിച്ചതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമായിരുന്നു. അതുകൊണ്ട് അതിനെ സെൻറ്റ് ജോസഫ്സ് ഓർഫനേജ് പ്രസ് എന്ന് വിളിക്കാനിടയായതുപോലെ തന്നെയാണ്. അപ്പോൾ നമ്മൾ സതുദ്ദേശത്തോടുകൂടി നമ്മളെ ഒരു സാമ്പത്തിക ഒരു ബിസിനസ് ലക്ഷ്യം, സാമ്പത്തിക ലക്ഷ്യം ലഭിച്ചുകൊണ്ട് ആരംഭിച്ച ഒരു സേവനം, പ്രത്യേകിച്ച് അനാഥശാലയുടെ നിലനിൽപ്പിന് വേണ്ടിയും അതിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ആരംഭം കുറിച്ച സന്ദേശത്തോടുകൂടിയുള്ള ഒരു പ്രസ്.
ആ ഒരു സതുദ്ദേശം ഉണ്ടായതുകൊണ്ടായിരിക്കണം തീർച്ചയായിട്ടും നമുക്ക് അത് ക്രമാനുഗതമായിട്ട് കാലഘട്ടത്തിനനുസരിച്ച് അത് വളരുവാനിടയായി, അത് വളർത്തുവാൻ നമുക്ക് സാധിച്ചു. അതിന് അർപ്പണബോധത്തോടെ നേതൃത്വം കൊടുക്കുവാൻ ആൾക്കാരെ ഉണ്ടായി. അതുപോലെ തന്നെ എനിക്ക് വളരെ സന്തോഷമുണ്ട് നമ്മുടെ ഈ പ്രസിൻ്റെ ബുക്ക് സ്റ്റാളിൻ്റെയൊക്കെ പ്രവർത്തനം കാണുമ്പോൾ. ഒരു നല്ലൊരു ഫാമിലി സ്പിരിറ്റ്, ഫാമിലി അറ്റ്മോസ്ഫിയർ ഇവിടെയുണ്ട്. 100ഓളം പേർക്ക് ഇവിടെ 100ഓളം പേര് ജോലി ചെയ്യുന്നു. 100 കുടുംബങ്ങളെ, 100ലധികം കുടുംബങ്ങളുടെ സംരക്ഷണം അതിലൂടെ നടക്കുന്നു എന്നുള്ളതാണ്. ഒരു പ്രസിൻ്റോടുകൂടി ആരംഭം കുറിച്ച് ഇന്ന് ഏറ്റവും അത്യാധുനികമായ സാങ്കേതിക മികവ് പുലർത്തുന്ന പ്രസ് വരെ സ്വന്തമാക്കിക്കൊണ്ട് നമ്മുടെ ഈ നാട്ടിൽ അറിയപ്പെടുന്ന നല്ല ഒരു അച്ചടിശാലയായിട്ട് നല്ല സേവനം ചെയ്യുവാൻ സാധിക്കുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും സന്തോഷം പകരുന്ന കാര്യമാണ്. നമ്മുടെ ഈ ദേശത്ത് മാത്രമല്ല, വിദേശങ്ങളിലും ഉള്ള പ്രിൻറ്റിങ് വർക്ക്സ് ഇവിടെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവരുണ്ട് എന്നുള്ളത് അത് നമുക്ക് അഭിമാനം പകരുകയാണ്. നമ്മുടെ പ്രസിൻ്റെ മികവാണ് സൂചിപ്പിക്കുക, അതിൻ്റെ സാങ്കേതിക പൂർണ്ണത സൂചിപ്പിക്കുകയാണ്. നമ്മളിങ്ങനെ ഏതാനും വ്യക്തികളെ പ്രത്യേകം ത്യാഗപൂർവം നേതൃത്വം കൊടുക്കുമ്പോൾ അനേക കാര്യങ്ങൾക്ക് അത് നന്മ ഉളവാക്കുന്നു. നല്ല പ്രിൻറ്റിങ് അതൊരു വലിയ സേവനമായിട്ട് നമ്മൾ മുദ്രണ പ്രേക്ഷിതത്വം എന്നാണ് പറയുക. മുദ്രണ പ്രേക്ഷിതത്വം സഭ എങ്ങനെയാണ് ഇതിനെ വിളിക്കുക? നല്ല കാര്യങ്ങൾ അച്ചടിക്കുക, നല്ല പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുക, നല്ല ചിത്രങ്ങൾ കാണാൻ ഇമ്പമുള്ള, നല്ല ചിന്തകൾ പകരുന്ന നല്ല ചിത്രങ്ങളൊക്കെ അവിടെ പ്രിൻ്റ് ചെയ്യപ്പെടണമെന്നാണ് ആഗ്രഹിക്കുക. അങ്ങനെ അവയിലൂടെയൊക്കെ നന്മ വളർത്തുവാൻ ഉള്ള ഒരു ശ്രമമാണ്.